ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. അഷ്ടമിരോഹിണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 1 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉണ്ട ശർക്കര തിളപ്പിച്ച് അരിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇനി ഈ അരി അരയ്ക്കുന്നത് ആ ശർക്കര ഉപയോഗിച്ചിട്ടാണ്. പഴവും 3 പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്, ഏലക്കയും അത് ചേർത്ത് അരയ്ക്കുക. ശർക്കര ഉപയോഗിച്ചിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ രീതിയിൽ ഇത് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ അങ്ങ് തീരെ വെണ്ണയായിട്ടല്ല അരയ്ക്കേണ്ടത്, എങ്കിലും നന്നായിട്ട് അരയണം. മാവൊന്ന് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ചെറിയ ഒരു തരിതരിപ്പ്, ആ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതായത് അങ്ങ് ഫൈൻ പേസ്റ്റായിട്ടല്ല എന്ന് അർത്ഥം, എങ്കിലും ഒരു ചെറിയ തരി, എന്നാൽ തീരെ വലിയ തരികളല്ല. അതൊരു 5 മണിക്കൂർ പുളിക്കാനായിട്ട് നന്നായിട്ട് അടച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. നന്നായിട്ട് മാവ് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ണിയപ്പ പാത്രം അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും ഇച്ചിരി നെയ്യും കൂടെ ആ എണ്ണയ്ക്കകത്തോട്ട് ചേർത്തു. എന്നിട്ട് ഈ മാവ് നന്നായിട്ട് ഇളക്കി തീ നന്നായിട്ട് കത്തിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഈ മാവ് ഒഴിക്കാനായിട്ട്. അതായത് എണ്ണ നന്നായിട്ട് ചൂടാകണം. ചൂടായതിന് ശേഷം തീ നന്നായിട്ട് കുറയ്ക്കുക. അതിനുശേഷം മാവ് ഒഴിക്കുക, എങ്കിലേ ഉള്ളൊക്കെ നന്നായിട്ട് വേഗത്തുള്ളൂ. എന്നിട്ട് മാവ് ഇതുപോലെ കോരി ഒഴിച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഈ മാവ് എല്ലാം വെന്തതുപോലെ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കിത് പതിയെ തിരിച്ചിടാം. ഈ നടുഭാഗത്തുള്ളതൊക്കെ പെട്ടെന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. സൈഡ് ഭാഗത്തുള്ളതൊന്നും അത്ര പെട്ടെന്ന് ഇതിനനുസരിച്ചിട്ട് മുരിയത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് നടുഭാഗത്തുള്ളതൊക്കെ തിരിച്ചിട്ടിട്ട് പിന്നെ അതെടുത്ത് കഴിയുമ്പം അത്ര നന്നായിട്ട് മുരിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് അതും കൂടെ നീക്കി വെച്ച് നമുക്ക് പതിയെ തിരിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പം കോരി മാറ്റി എടുത്ത് വെക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് തീ ക്രമീകരിച്ചോണം. തീ ചെറുതായിട്ട് കൂട്ടുകയും ചെറുതായിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്ത്, എന്നാൽ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. മീഡിയത്തിലും ലോയിലും ആക്കി വെച്ച് ഇത് വേവിച്ച് എടുക്കണം. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൽ ഞാൻ എള്ള് അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. പഴവും അരിയും ശർക്കരയും ഏലക്കായും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഈ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കത്തില്ലേ, ബാക്കി ഭാഗത്ത് ഒരു നല്ല സോഫ്റ്റ്നെസ് ആയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ രുചിയാണ്. അതേ രുചി, കാരണം നമ്മൾ ഉണ്ടാക്കി ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പത്തിൻ്റെ രുചിയായിരിക്കും. അപ്പോൾ തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇവിടെ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. നമുക്കൊരു തുളസിയില വെച്ച് ഭഗവാനെ നൈവേദ്യമായിട്ട് വെക്കാം. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയൊക്കെ തൂകിക്കൊടുക്കാം. ഇത്രയും മതി ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്, ഭഗവാനെ നൈവേദ്യമായിട്ട് വെക്കുന്നതിന്. കാരണം ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാതെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ക്ഷേത്രത്തിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഉണ്ണിയപ്പമല്ലേ കിട്ടുന്നത്. അതുപോലെ ഒരു ഉണ്ണിയപ്പമാണിത്. ഇതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ നടുഭാഗവും ആ ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ സൈഡ് ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് മൊരിഞ്ഞിരിക്കും. ഹരേ കൃഷ്ണ.